Then muscle and exercise. So active functioning of muscle cells through the movement, അതാണ് നമ്മളുടെ എക്സസൈസ്. സോ എക്സസൈസ് ഹെൽപ്സ് ടു സ്ട്രെങ്തൻ ദ മസിൽസ് ആൻഡ് ഇൻക്രീസ് ദെയർ എഫിഷ്യൻസി. അതാണല്ലോ നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മളുടെ ഓരോ ബോഡി പാർട്ടിനും ബെനിഫിറ്റ് ഓഫ് എക്സസൈസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതൊന്ന് നമുക്ക് കംപ്ലീറ്റ് ചെയ്താലോ? ഓക്കെ. ലങ്സ് എക്സസൈസ് ചെയ്യുന്നതുകൊണ്ട് ലങ്സിൻ്റെ വൈറ്റൽ കപ്പാസിറ്റി കൂടും. അതേപോലെ ഗേഷ്യസ് എക്സ്ചേഞ്ച് ബിക്കം എഫിഷ്യൻറ്റ്. ഓക്കെ. ഹാൻഡ്സും ലെഗ്സൊക്കെ നമ്മൾ പറയും നമുക്ക് കുറേ മസിൽ ഉണ്ടാവും കയ്യിലൊക്കെ. അതെന്താണ്? പ്രൊവൈഡിങ് പവർ ആൻഡ് സ്റ്റാമിന. കൈകൾക്കും കാലുകൾക്കൊക്കെ സ്റ്റാമിന കൂടും, അതേപോലെ സ്ട്രെങ്ത്തും കൂടും, പവർ കൂടും. മസിൽസിനും ബോൺസിനും മസിൽ എന്ത് ചെയ്യും? മസിലിൻ്റെ എഫിഷ്യൻസി ഇൻക്രീസ് ചെയ്യും. ഓക്കെ. ഇൻക്രീസ് ദ ഹാർഡ്നെസ് ആൻഡ് പവർ ഓഫ് ദ ബോൺസ്. ബോൺസിൻ്റെ പവർ കൂടും, ഹാർഡ്നെസ് കൂടും, മസിൽ എഫിഷ്യൻ്റ് ആകും. ഓക്കെ. അപ്പോൾ എക്സസൈസ് ഒരു ചില്ലറക്കാരല്ല, നമുക്കറിയുന്ന കാര്യമാണ്. എക്സസൈസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷെ അത് ഓരോ പാർട്ട് ഓഫ് ദ ബോഡിക്കും ഓരോ കോൺട്രിബ്യൂഷനാണ് എക്സസൈസ് ചെയ്യുമ്പോൾ. ഓരോന്നിനും ഓരോ ഗുണങ്ങളാണ് കിട്ടുന്നത്. പിന്നെ ഹാർട്ടും ബ്ലഡ് വെസലും. ഹാർട്ട് നമുക്കറിയാം, ഹാർട്ടിന് എന്തെങ്കിലും ഇഷ്യൂ, ഹാർട്ട് പേഷ്യൻസിനോടൊക്കെ പറയും നിങ്ങൾ നടക്കാൻ പോകണം, ചെറിയ രീതിയിൽ എക്സസൈസ്. അങ്ങനെ ഹാർഡായിട്ടുള്ള എക്സസൈസ് അല്ലെങ്കിൽ പോലും നിങ്ങൾ എക്സസൈസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പോൾ എക്സസൈസ് ചെയ്ത ഹാർട്ടിന് എന്താ ഗുണം? ഹാർട്ടിൻ്റെ മസിൽസില്ലേ, കാർഡിയാക് മസിൽസ്, അത് എഫിഷ്യൻ്റ് ആകും. പിന്നെ ബ്ലഡ് വെസൽസ് ഡയലേറ്റ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ. സോ ബ്ലഡ് ഫ്ലോ ഇൻക്രീസ് ചെയ്യും. നല്ലതല്ലേ? യെസ്, നല്ലതാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചെയ്യണം, ഹാർട്ടിൻ്റെ, ലങ്സിൻ്റെ, ബ്ലഡ് വെസൽസിൻ്റെ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് ചോദിക്കാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. നിങ്ങളത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പിന്നെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫോഴ്സ്ഫുള്ളി എക്സേൽ ചെയ്ത ശേഷം ഇൻഹെയിൽ ചെയ്യുമ്പോൾ കിട്ടുന്ന ടോട്ടൽ വോളിയം. അതായത് നമ്മൾ ഇങ്ങനെ ദീർഘശ്വാസം, ഉള്ളിലോട്ട് ശ്വാസം വലിക്കുമ്പോൾ നമ്മളുടെ ലങ്സിൽ എത്ര വോളിയം എയർ നിൽക്കുന്നു, അതാണ് നമ്മളുടെ ബോഡിയുടെ വൈറ്റൽ കപ്പാസിറ്റി എന്ന് പറയുന്നത്. മാക്സിമം എമൗണ്ട് ഓഫ് എയർ എ പേഴ്സൺ ക്യാൻ ബ്രീത്ത്. നമുക്കിങ്ങനെ ശ്വസിക്കുമ്പോൾ മാക്സിമം എയർ എത്രയാണോ നമ്മളുടെ ബോഡിയിൽ കയറുന്നത്, അത് നമ്മളുടെ റെസ്പിറേറ്ററി ഹെൽത്ത് റിലേറ്റഡ് ആണ്. മെന്നിൻ്റെ കേസിൽ 4.5ഉം വിമൻ്റെ കേസിൽ 3 ലിറ്റേഴ്സുമാണ് അതിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വൈറ്റൽ കപ്പാസിറ്റി കുറഞ്ഞാൽ വിച്ച് മീൻസ് നമുക്കെന്തോ പ്രശ്നമുണ്ട് ചെറുതായിട്ട്. ഓക്കെ. ഈ സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ഈ വൈറ്റൽ കപ്പാസിറ്റി ഒക്കെ കുറവായിരിക്കും. ഓക്കെ. ദെൻ ബോൺസിൻ്റെയും മസിൽസിൻ്റെയും ഡിസോർഡർ. എഗെയിൻ ഇതിൻ്റെ പിക്ചർ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ചിലപ്പോൾ ഈ ഡയഗ്രാം തരും, എന്നിട്ട് നമ്മളോട് പറയും ഇത് ഏത് ബോൺ ഡിസോർഡർ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ പറയും. ഓക്കെ. അപ്പോൾ അത് നോക്കാം. ബോൺ ആൻഡ് മസ്കുലാർ ഡിസോർഡേഴ്സ്. എല്ലിൻ്റെയും മസിലിൻ്റെയും ഒക്കെ ഡിസോർഡറുകൾ 4 ഡിസോർഡേഴ്സ് നമുക്ക് പഠിക്കാനുള്ളൂ. അതിലൊന്നാണ് ഓസ്റ്റിയോപോറോസിസ്. ഓക്കെ. അതിൻ്റെ കാരണം എന്താണ്? ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ, കാൽഷ്യം, വൈറ്റമിൻ ഡി. അപ്പോൾ കാൽഷ്യം, പ്രോട്ടീൻ, വൈറ്റമിൻ ഡി ഒക്കെ ഇല്ലെങ്കിൽ വരുന്ന രോഗമാണ് ഓസ്റ്റിയോപോറോസിസ്. ഇതിൻ്റെ സിംറ്റം എന്താ? ഡെൻസിറ്റി ഓഫ് ബോൺസ് ഡിക്രീസസ്, ബിക്കമിങ് പോറസ്, കോസിങ് ബോൺ ഡാമേജ്. യെസ്, ബോണിൻ്റെ പ്രശ്നമാണ്. ഇതിൻ്റെ 4 എണ്ണത്തിൻ്റെയും പിക്ചറും കൂടെ ടെക്സ്റ്റ് ബുക്കിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. യു ഷുഡ് നോട്ട് ഇറ്റ്. ഓക്കെ. സോ ബോണിൻ്റെ ഡെൻസിറ്റി കുറയും, ബോൺ പോറസ് ആവും, അതുകൊണ്ട് പെട്ടെന്ന് ബോൺ ഡാമേജ് ആവും. ദെൻ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്. എന്താ റുമറ്റോയിഡ് ആർത്രൈറ്റിസ്? അസ്ഥിവാദം. ഓക്കെ. ഇതൊരു ഇമ്മ്യൂണി ഡിസോർഡറാണ്, ഓട്ടോ ഇമ്മ്യൂണി ഡിസോർഡർ എന്ന് പറയും. അതായത് നമ്മളുടെ ബോഡിക്ക് തോന്നുകയാണ് നമ്മളുടെ ബോഡിയിലുള്ള ചില പൊസിഷനിലുള്ള കാർട്ടിലേജും സൈനോവിയൽ മെംബ്രെയിനും ഒക്കെ പ്രശ്നക്കാരാണെന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ബോഡി അവിടെ പോയി വെറുതെ അറ്റാക്ക് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇമ്മ്യൂൺ സിസ്റ്റം ഡിസ്ട്രോയ്സ് കാർട്ടിലേജ് ആൻഡ് സൈനോവിയൽ മെംബ്രെയിൻ. മെയിൻലി എഫക്റ്റ് വിമൻ, കോസിങ് സിവിയർ പെയിൻ ആൻഡ് സ്വെല്ലിങ് ഇൻ ദ ജോയിൻറ്റ്സ്. നമുക്ക് നല്ല പെയിനുള്ളൊരു സംഭവമാണ്, ഇങ്ങനെ ചൊന്നിരിക്കും ആ ജോയിൻറ്റ്സ്. അപ്പോൾ വിരലിൻ്റെ അവിടെ, റിസ്റ്റിൻ്റെ അവിടെയൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ഭയങ്കര പെയിൻഫുള്ളാണ്. അതുപോലെ തന്നെ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക്. ദെൻ മസ്കുലാർ ഡിസ്ട്രോഫി. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രേറ്റസ്റ്റ് സയൻറ്റിസ്റ്റ് ഉണ്ട് അല്ലേ, ഫിസിസിസ്റ്റ്, ആസ്ട്രോണമിസ്റ്റ് എന്നൊക്കെ പറയും നമ്മൾ. അദ്ദേഹത്തിന്, സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും ഫോട്ടോയിലൊക്കെ? അദ്ദേഹത്തിന് മസ്കുലാർ ഡിസ്ട്രോഫി ആയിരുന്നു. അതായത് മസിൽസ് ഇങ്ങനെ ഭാഗികമായിട്ട് ജനിച്ചപ്പോഴേ ഉള്ളതല്ല, കുറച്ചും കൂടെ വലുതാകുമ്പോഴാണ് നമുക്കത് കൂടുതൽ വിസിബിളായിട്ട് വരിക. അപ്പോൾ മസിൽസ് വീക്കൻ ആവുന്ന ഒരവസ്ഥയാണ്. ഓക്കെ. സോ ചേഞ്ച് ദാറ്റ് ഒക്കേഴ്സ് ഇൻ ജീൻ.
ജനറ്റിക് ഡിസോർഡറാണ്, ജീനിലുണ്ടാകുന്ന പ്രശ്നമാണ് മെയിൻ ആയിട്ട് മസ്കുലർ ഡിസ്ട്രോഫിക്ക് കാരണം. സീൻ മോസ്റ്റ്ലി ഇൻ ബോയ്സ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞില്ലേ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വിമനിലാണ് കാണുന്നതെന്ന് പറഞ്ഞ പോലെ ബോയ്സിലാണ് മസ്കുലർ ഡിസ്ട്രോഫി കാണുന്നത്. മസിൽ ബിക്കം വീക്ക്, അതുതന്നെയാണ് അതിൻ്റെ സിംറ്റംസും. അപ്പോൾ നമുക്ക് ഓടാനോ ചാടാനോ നടക്കാനോ ഒന്നിനും കഴിയാത്തൊരവസ്ഥ. സ്പ്രെയിൻ പിന്നെ നമ്മൾ നോർമലായിട്ട് കേൾക്കുന്ന ഒരു സംഭവമാണ്. കാലുളുക്കി എന്നൊക്കെ പറയല്ലേ, എസ്പെഷ്യലി ഇവിടെ നല്ല ഫുട്ബോൾ പ്ലേയേഴ്സൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, കാലുളുക്കുക നമ്മൾ കേൾക്കുന്ന ഒരു പരിപാടിയാണ്. സോ സ്പ്രെയിൻ എന്താണ്? അപ്പോൾ സ്പ്രെയിൻ ബോൺസിനല്ല, അവിടെ ലിഗമെൻറ്റിനാണ് പ്രശ്നം വരുന്നത് കേട്ടോ. ഇഞ്ചുറി ടു ലിഗമെൻറ്റ്സ് caused due to stretching or breaking of ligament that connects bones in joint. അപ്പോൾ ജോയിൻറ്റിലുള്ള ലിഗമെൻറ്റ് ടിയർ ആവുക അല്ലെങ്കിൽ സ്ട്രെച്ച് ബ്രേക്ക് ആവുക അങ്ങനെയൊക്കെ വരുമ്പോഴുള്ളതാണ് ഈ സ്ട്രെയിൻ. പക്ഷേ ഇതിന് നല്ല പെയിൻ ഉണ്ടാകും, സ്വെല്ലിംഗ് ഉണ്ടാവും, ബ്രൂയിസ് ഉണ്ടാവും, ജോയിൻറ്റ്സ് മൂവ് ചെയ്യാൻ ഡിഫിക്കൽട്ടി ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ 4 ഡിസോർഡേഴ്സ്. സെറ്റല്ലേ? പിന്നെ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസ്ക് പ്രൊലാപ്സ്. നമുക്കറിയാം നമ്മളുടെ നട്ടെല്ല് 26 കശേരുക്കൾ കൂടിയതാണ് നമ്മളുടെ നട്ടെല്ല് എന്ന് പറയുന്നത്. വെർട്ടിബ്രൽ കോളം ഇസ് ദ പാർട്ട് ദാറ്റ് ഗിവ്സ് പ്രൊട്ടക്ഷൻ ടു സ്പൈനൽ കോഡ് അലോങ് വിത്ത് എ സപ്പോർട്ട് ടു ദ ബോഡി. നമ്മളുടെ ബോഡി നിവർന്ന് നിൽക്കാനുള്ള സപ്പോർട്ടിൻ്റെ കൂടെ നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്പൈനൽ കോഡ്, സുഷുമ്നാ നാഡി, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ആരാണ്? നമ്മളുടെ വെർട്ടിബ്രൽ കോളാണ്. ഈച്ച് ബോൺ ഇൻ ദ വെർട്ടിബ്രൽ കോളം ഇസ് കോൾഡ് വെർട്ടിബ്ര. A peculiar part called intervertebral disc, which is filled with a gel-like substance, is found between 2 vertebrae. അപ്പോൾ ഈ 26 വെർട്ടിബ്രേൻ്റെ ഓരോന്നിൻ്റെ ഇടയിലും ഒരു ജെൽ-ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്. അതിൻ്റെ പേരാണ്, ജെൽ-ലൈക്ക് സബ്സ്റ്റൻസ് ഫില്ല് ചെയ്തിട്ടുള്ള ആ ഒരു ഇടയിലുള്ള ഗ്യാപ്പ്, അതിൻ്റെ പേരാണ് ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക്. ഓക്കെ, ഈ ഡിസ്കും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഫ്ലെക്സിബിലിറ്റി, വെർട്ടിബ്രൽ കോളത്തിൻ്റെ ഇടയിൽ ഫ്ലെക്സിബിലിറ്റി ഉള്ളതും എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതൊക്കെ. സോ ഇറ്റ് ഈസ് ദ പ്രസൻസ് ഓഫ് ദ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് ദാറ്റ് എനേബിൾ അസ് ടു ഇൻവോൾവ് ഇൻ സച്ച് ആക്ടിവിറ്റീസ് ലൈക്ക് ബെൻഡിങ്, സ്ട്രെയിറ്റനിങ് അപ്പ്. സോ ദീസ് ഡിസ്ക് ഓൾസോ ഡിസ്ട്രിബ്യൂട്ട് ദ ബോഡി വെയ്റ്റ് ഈക്വലി ത്രൂ ദ വെർട്ടിബ്രൽ കോളം. അപ്പോൾ ഈ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്ക് ഒരു ചില്ലറക്കാരനല്ല, അതിൽ ജെൽ-ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്. അത് നമ്മളുടെ ബോഡീനെ സ്ട്രെച്ച് ചെയ്യാനും ബെൻഡ് ചെയ്യാനും സ്ട്രെയിറ്റൻ ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എക്സ്റ്റേണൽ ഷോക്കിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈക്വലായിട്ട് നമ്മളുടെ ബോഡി വെയ്റ്റിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ ദ വെയറിംഗ് ഓഫ് വെർട്ടിബ്രേ, സഡൻ ഷോക്ക് ആൻഡ് കണ്ടിന്യൂസ് സ്ട്രെയിൻ ഓൺ എ വെർട്ടിബ്രൽ കോളം ക്യാൻ കോസ് bulging out of the gel-like part inside the vertebral disc. This condition is called disc prolapse. Okay, as this bulging causes pressure in the spinal nerves, resulting in numbness and pain in the body part. If it aggravates, it will cause severe back pain, weakening of the legs and loss of sensation. This situation requires immediate medical aid. അപ്പോൾ നമ്മളുടെ ഡിസ്ക് തെറ്റുക എന്നൊക്കെ നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മളുടെ പെട്ടെന്നുള്ള സഡൻ ഷോക്കോ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വെർട്ടിബ്രൽ കോളത്തിന് സ്ട്രെയിൻ വരുന്ന സമയത്ത് നമ്മളുടെ ഈ ഇൻ്റർവെർട്ടിബ്രൽ ഡിസ്കിൻ്റെ ഇടയിലുള്ള ജെല്ലില്ലേ, അതിൻ്റെ ഉള്ളിലുള്ള ജെൽ-ലൈക്ക് പാർട്ട്, അത് പുറത്തോട്ട് വരും, ബൾജ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമ്മളുടെ നെർവ്സിന് പ്രഷർ ഉണ്ടാക്കും ആൻഡ് നമ്മളുടെ ബോഡി പാർട്സിന് വേദനയും നംനെസ്സും, അല്ലെങ്കിൽ കാലുകൾക്ക് നമുക്ക് പിന്നെ കൺട്രോൾ കിട്ടാതെ വരിക, അങ്ങനത്തെ ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് നമ്മളത് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത്. സോ അതാണ് ഡിസ്ക് പ്രൊലാപ്സ്. നെക്സ്റ്റാണ് ലെറ്റ് us see and study the path of evolution of life through fossils and skeleton. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈനോസേഴ്സ് ജീവിച്ചിരുന്നു അല്ലെങ്കിൽ മാമത്തുകൾ ജീവിച്ചിരുന്നു, നമ്മളുടെ പൂർവികർ ഇങ്ങനെയായിരുന്നു എന്നൊക്കെ നമ്മൾ അറിഞ്ഞത് എങ്ങനെയാണ്? സത്യത്തിൽ നമ്മളാരും അന്ന് ജീവിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. പിന്നെ നമ്മൾ എങ്ങനെ ഇത് കണ്ടുപിടിച്ചു? യെസ്, ഫോസിലുകൾ കണ്ടെത്തി അതുവഴി നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് നമ്മുടെ എവല്യൂഷൻ്റെ പാത്ത് കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? ഓക്കെ, സോ the study on the framework of organism gave several evidences for scientific concepts that
all living beings have evolved sequentially. അപ്പോൾ ഓരോന്നും എന്താണ്, നമ്മളുടെ ആ ഒരു എവല്യൂഷൻ്റെ പാത്തിൽ നോക്കുമ്പോൾ ഓരോ ജീവികളും സീക്വൻഷ്യലിയാണ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഹൈഡ്രോസ്കെലറ്റൻ ഹെൽപ്സ് ഇൻ ദ മൂവ്മെൻറ്റ് ഓഫ് ഓർഗാനിസംസ് ലൈക്ക് ജെല്ലിഫിഷ്, earthworm, etc. Organisms like crabs and mussels having exoskeleton also appear gradually along with this organism. അപ്പോൾ ആദ്യം ഹൈഡ്രോസ്കെലറ്റൻ ഉണ്ടായി, അതിൻ്റെ ശേഷം എക്സോസ്കെലറ്റനായിട്ടുള്ള ഓർഗാനിസംസ് ഉണ്ടായി. ലേറ്റർ അതിന് ശേഷം വെർട്ടിബ്രേറ്റ്സ് ഓർഗാനിസം വിത്ത് എൻഡോസ്കെലറ്റൻ ഇവോൾവ്ഡ്. അപ്പോൾ ആദ്യം ഹൈഡ്രോസ്കെലറ്റൻ ഉള്ളവരുണ്ടായി, ദെൻ എക്സോസ്കെലറ്റൻ ഉള്ള ജീവികളുണ്ടായി, അതിൻ്റെ ശേഷം എൻഡോസ്കെലറ്റൻ ഉള്ള ഓർഗാനിസംസ് ഉണ്ടായി. Endoskeleton provide more flexibility and movement and also support their large bodies. Bipedal walking is an important phase in human evolution. Such changes in the skeletal system helped human beings to travel long distance and find suitable habitat, thus helping in the expansion of human race. Yes, അതായത് ആദ്യം ഹൈഡ്രോസ്കെലറ്റൻ വന്നു, പിന്നെ എക്സോസ്കെലറ്റൻ വന്നു, ദെൻ നമ്മൾ പോലെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള എൻഡോസ്കെലറ്റൻ വന്നു. അതിൽ ഈ എൻഡോസ്കെലറ്റൻ അതിൽ തന്നെ 4 കാലിൽ നടക്കുന്ന ജീവികളല്ലേ. നമുക്കറിയാം, നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ കുരങ്ങളിൽ നിന്നും വന്നവരാണെന്നല്ലേ. അപ്പോൾ നമ്മളുടെ ആ ഒരു എയ്പ്പ് ലൈക്ക് നമ്മുടെ പൂർവികർ 4 കാലിലായിരുന്നു ആദ്യം, പിന്നെയാണ് നമ്മൾ 2 കാലിൽ നടക്കാൻ തുടങ്ങിയത്. അത് നമ്മളുടെ ഹ്യൂമൻ എവല്യൂഷനിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഫേസ് ആയിരുന്നു, ബൈപ്പെഡൽ വാക്ക്, 2 കാലിലുള്ള നടത്തം. ഓക്കെ, അതുകൊണ്ടല്ലേ നമുക്ക് പല പല ഹാബിറ്റാറ്റിൽ പോയിട്ട് താമസിക്കാനും ഒരുപാട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാനൊക്കെ പറ്റുന്നത് നമ്മൾ 2 കാലിൽ, 2 കാലിൽ നടക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മളുടെ എവല്യൂഷൻ്റെ ഓരോ നാഴികക്കല്ലുകളായിരുന്നു. ഓക്കെ, ഇനി scientific concepts that provide a comprehensive explanation about the formation of the diversity of life that evolved on Earth over millions of years called evolution of life. അതെ, ആദിമ ഭൂമിയിൽ നമ്മളൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ പോട്ടെ, ആദ്യം ഒരു ഓർഗാനിസംസ് ഉണ്ടായിരുന്നില്ല. നമ്മൾ പഠിച്ചു, ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. നമ്മളുടെ ഭൂമി, ആദിമ ഭൂമി എങ്ങനെയായിരുന്നു, ആദ്യത്തെ ജീവൻ്റെ കണിക എങ്ങനെ ഉണ്ടായി, ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ്. The picture of evolution of life is made up of many evidences from various fields such as genetics, embryology, paleontology, study of fossils. The study of fossils is an effective means of study that sheds light into the past. The study of fossils ranging from simple structured bacteria to the complex structured organisms including dinosaurs and mammals tells the story of dynamic nature of life. The study including fossils helps to explain scientifically the evolutionary interrelationship of all living organisms based on observations, evidence, and scientific analysis rather than assumption or speculations. അതായത് ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഈ ഭൂമി എന്ന് പറഞ്ഞാൽ ബാക്ടീരിയയും ഹ്യൂമൻ ബീയിങ്ങും ഡൈനോസർ വരെയുള്ള വലിയ വെറൈറ്റി ഓഫ് ഓർഗാനിസംസ് ഉള്ളതല്ലേ നമ്മളുടെ ഭൂമി എന്ന് പറയുന്നത്. ഓക്കെ, അതിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്, ജീവിച്ച് മൺമറിഞ്ഞു പോയവരുണ്ട്, വംശനാശം വന്നു പോയവരുണ്ട്, ഇനിയും വരാനും ചിലപ്പോൾ ഇനി ആൾക്കാരുണ്ടാവും, കണ്ടുപിടിക്കാനുണ്ടാവും. അപ്പോൾ ഇതൊക്കെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു? നമ്മൾ ഇതിൻ്റെ ഫോസിൽസ് വെച്ചിട്ട്, ഓക്കെ, സയൻറ്റിഫിക്കലി ഒബ്സർവേഷൻസും എവിഡൻസും സയൻറ്റിഫിക് ആയിട്ടുള്ള അനാലിസിസും ഒക്കെ വെച്ചിട്ടാണ്, ജനറ്റിക്സും എല്ലാം നോക്കിയിട്ടാണ് നമ്മളിതൊക്കെ കണ്ടുപിടിക്കുന്നത്. അല്ലാതെ നമ്മൾ അസംഷൻ ഒന്നുമല്ല. അങ്ങനെ ആയിരിക്കാം എന്നതിലുപരി അങ്ങനെയാണ് എന്ന് നമുക്കിപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. The process of evolution of life helps in the identifying the importance of scientific inquiry in revealing the mysteries of nature and the role of science in formulating inference based on evidences. Okay, the Swedish evolutionary geneticist Svante Pääbo analyzed DNA extracted from the Asian piece of bone and made a crucial discoveries about the genetic similarities and differences between human ancestor and modern men. ഈ പിക്ചറിൽ കണ്ടിട്ടുള്ള സ്വെൻറ്റെ പാബോ എന്ന് പറയുന്ന ജനറ്റിക്സിൽ മെയിനായിട്ട് സ്റ്റഡി നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ ജനറ്റിസിസ്റ്റ് എന്ന് പറയുന്നത്. ഇദ്ദേഹം
ഏൻഷ്യൻ പീസ് ഓഫ് ബോൺസ്, അതായത് പണ്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു എല്ലിൻ്റെ പീസ് എടുത്തിട്ട് അതിൽ നിന്ന് DNA എക്സ്ട്രാക്ട് ചെയ്തു. എന്നിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ മോഡേൺ ആയിട്ടുള്ള മനുഷ്യന്മാരില്ലേ, അവരുടെ DNA ആയിട്ട് ഉള്ള സിമിലാരിറ്റീസും ഡിഫറൻസസും ഒക്കെ നോട്ട് ചെയ്തു. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡേൺ ടെക്നോളജി വിച്ച് retrieves and analyzes DNA from fossil, he laid the foundation for the branch of science called paleogenomics. He was awarded the Nobel Prize in 2022 for his latest discoveries in the genome of extinct hominins and about human evolution. അപ്പോൾ മനുഷ്യൻ്റെ എവല്യൂഷനും ഹോമിനിൻസ് നമ്മുടെ പൂർവികരെ കുറിച്ചിട്ടൊക്കെയുള്ള സ്റ്റഡീസൊക്കെ ചെയ്ത് ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട്. പാലിയോജിനോമിക്സ്, അതായത് പണ്ടത്തെ ആൾക്കാരുടെ ആ ഒരു ഫോസിലിൻ്റെ ജനറ്റിക് സ്റ്റഡി ഒക്കെ സ്റ്റാർട്ട് ചെയ്തത് ഈ സ്വെൻഡെ പാബോ എന്ന് പറഞ്ഞിട്ടുള്ള സയൻറ്റിസ്റ്റാണ്. ഇദ്ദേഹത്തെ കുറിച്ചിട്ട് ഇത് നമ്മൾ എക്സ്ട്രാ അറിവിന് വേണ്ടിയിട്ടാട്ടോ, അല്ലാതെ ഇത് നമ്മൾ കാണാതെ പഠിക്കുന്ന സംഭവമല്ല. ബട്ട് ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഓരോ ശാസ്ത്രജ്ഞന്മാർ എന്തൊക്കെയാണ് കണ്ടുപിടിക്കുന്നത് നമുക്കൊരു ഐഡിയ കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേട്ടോ. ദെൻ മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്, നമ്മുടെ ലാസ്റ്റ് ടോപ്പിക്കാണ് മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മൾ ചാപ്റ്റർ തുടങ്ങിയെടുത്ത് തന്നെ അവസാനിക്കുക എന്ന് പറഞ്ഞ പോലെ അല്ലേ. നമ്മൾ പറഞ്ഞത് എന്താ, പ്ലാന്റ് മൂവ് ചെയ്യുന്നുണ്ടോ, ആനിമലിൻ്റെ പോലെയാണോ പ്ലാന്റ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ. ഇപ്പം നമ്മൾ എന്ത് പറഞ്ഞു, ഇനി നമ്മൾ പറയുന്നത് പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. സോ പ്ലാന്റ് മൂവ് ചെയ്യുന്നുണ്ട് അക്കോർഡിംഗ് ടു സ്റ്റിമുലൈ, ഉദ്ദീപനങ്ങൾക്കനുസരിച്ചിട്ടാണ് plants മൂവ് ചെയ്യുന്നത്. The internal or external instigation that evokes a response in living organism is called stimulus. Light, water, gravity, touch, chemical substances, etc. are examples for stimuli that cause plant movement. അപ്പോൾ പ്ലാന്റിന് മൂവ് ചെയ്യാൻ ഉദ്ദീപനങ്ങൾ, സ്റ്റിമുലൈ ആവശ്യമാണ്. ലൈറ്റ്, വാട്ടർ, ഗ്രാവിറ്റി, ടച്ച്, കെമിക്കൽ സബ്സ്റ്റൻസ്, ഇതെല്ലാം ഉദ്ദീപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. യെസ്, ഫസ്റ്റത്തെ പിക്ചർ എന്താണ്, ഒരു സപ്പോർട്ടിൽ ഒരു വള്ളിച്ചെടി ഇങ്ങനെ ചുറ്റിക്കയറുന്നു. തൊട്ടാൽ വാടുന്നു. പ്രകാശത്തിനനുസരിച്ചിട്ട് പ്ലാന്റ് മൂവ് ചെയ്യുന്നു. പുളി പോലെയുള്ള ഇലകൾ രാത്രിയായാൽ അത് ഉറങ്ങുന്നു, അതായത് ഇല ഇങ്ങനെ കൂടും, ക്ലോസ് ആവും. രാവിലെ ആകുമ്പോൾ അത് തിരിച്ചു വരുന്നു. പൂക്കൾ ബ്ലൂം ചെയ്യുന്നു. ഇതൊക്കെ പ്ലാന്റിൽ കാണുന്ന മൂവ്മെൻറ്റാണ്. അപ്പോൾ ഈ പ്ലാന്റ് മൂവ്മെൻറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം, ട്രോപ്പിക് മൂവ്മെൻറ്റും നാസ്റ്റിക് മൂവ്മെൻറ്റും. അതിൽ ട്രോപ്പിക് മൂവ്മെൻറ്റ് എന്താണ്, മൂവ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. സ്റ്റിമുലസിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ടുള്ള മൂവ്മെൻറ്റ് നടത്തുന്ന മൂവ്മെൻറ്റ്സ് ആണ് ട്രോപ്പിക് മൂവ്മെൻറ്റ്സ്. ഓക്കെ, സൂര്യപ്രകാശത്തിന് നേരെ സസ്യം വളരുന്നു, അതെന്താണ്, ട്രോപ്പിക് മൂവ്മെൻ്റ് ആണ്. മൂവ്മെൻറ്റ് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. എന്നാൽ നാസ്റ്റിക് മൂവ്മെൻറ്റോ നേരെ ഓപ്പോസിറ്റ്, മൂവ്മെൻറ്റ് നോട്ട് അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. നമ്മൾ സ്റ്റിമുലസിൻ്റെ ഡയറക്ഷൻ അനുസരിച്ചിട്ട് മൂവ് ചെയ്യാത്തതിന് നമ്മൾ നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് എന്ന് പറയും. അപ്പോൾ ട്രോപ്പിക് മൂവ്മെൻറ്റ്സിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇതിൻ്റെ ടേബിളൊന്ന് നമുക്ക് നോക്കിയാലോ. മൂവ്മെൻറ്റ്സ് ഇൻ പ്ലാന്റ്സ്. അപ്പോൾ പ്ലാന്റ്സിൻ്റെ മൂവ്മെൻറ്റിൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും, ട്രോപ്പിക് മൂവ്മെൻറ്റ്സ് 5 ട്രോപ്പിക് മൂവ്മെൻറ്റ് നമ്മൾ പഠിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്, ഫോട്ടോട്രോപ്പിസം, ജിയോട്രോപ്പിസം, ഹൈഡ്രോട്രോപ്പിസം, ഹെപ്റ്റോട്രോപ്പിസം, കീമോട്രോപ്പിസം. ഓക്കെ, അതിൽ ഫോട്ടോട്രോപ്പിസത്തിൻ്റെ സ്റ്റിമുലസ് എന്താണ്, ഫോട്ടോ മീൻസ് ലൈറ്റ്. യെസ്, അപ്പോൾ ലൈറ്റ് വരുന്ന സമയത്ത് നമ്മുടെ ഷൂട്ട്, സ്റ്റെമ്മിൻ്റെ മൂവ്മെൻറ്റ് എങ്ങോട്ടായിരിക്കും, ടുവേർഡ്സ് സ്റ്റിമുലസ് ആണ്. ലൈറ്റിന് ടുവേർഡ്സ് ആയിട്ടാണ് അത് മൂവ് ചെയ്യുക, എന്നാൽ റൂട്ട് എഗെയിൻസ്റ്റ് ആണ്. അതേ സമയത്ത് ജിയോട്രോപ്പിസം ഗ്രാവിറ്റി ബേസ് ചെയ്തിട്ടാണ്, ഭൂഗുരുത്വാകർഷണത്തിന് ബേസ് ചെയ്തിട്ടാണ് ജിയോട്രോപ്പിസം വർക്ക് ചെയ്യുന്നത്. സോ അതിൽ ഷൂട്ടിൻ്റെ മൂവ്മെൻറ്റ് എഗെയിൻസ്റ്റ് സ്റ്റിമുലസ്. ഓക്കെ, നമുക്ക് ആലോചിച്ചാൽ മനസ്സിലാവും, ഗ്രാവിറ്റി അല്ലേ, ഗ്രാവിറ്റി ആകുമ്പോൾ ഭൂമി അതിൻ്റെ കേന്ദ്രത്തിലോട്ടാണ് വലിക്കുന്നത്. പക്ഷേ നമ്മുടെ ഷൂട്ട്, സ്റ്റെമ്മുകൾ, കാണ്ഡഭാഗമൊക്കെ ഇങ്ങോട്ടാണ്, മോൾക്കല്ലേ പോണത്. അതാലോചിച്ചാൽ മതി, വേരുകൾ താഴോട്ടാണ്. സോ വേരുകൾ, റൂട്ട് ടുവേർഡ്സ് സ്റ്റിമുലസ്, ഷൂട്ട് എഗെയിൻസ്റ്റ് സ്റ്റിമുലസ്. ഹൈഡ്രോട്രോപ്പിസം ആകുമ്പോൾ വാട്ടറാണ്, ഹൈഡ്രോ മീൻസ് വാട്ടർ റിലേറ്റഡ്. സോ വാട്ടറാണ്. വാട്ടർ ആകുമ്പോൾ റൂട്ടാണ് ടുവേർഡ്സ് സ്റ്റിമുലസ്, ഷൂട്ട് എഗെയിൻസ്റ്റ് സ്റ്റിമുലസ് ആണ്. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഹെപ്റ്റോട്രോപ്പിസും കീമോട്രോപ്പിസും ആണ്. അതിൽ ഹെപ്റ്റോട്രോപ്പിസത്തിൻ്റെ സ്റ്റിമുലസ് ഈസ് ടച്ച്, കീമോട്രോപ്പിസത്തിൻ്റെത് കെമിക്കൽസ് ആണ് സ്റ്റിമുലസ്.
ഈ ഹെപ്റ്റോട്രോപ്പിസത്തിൽ എന്താണ് അതിൻ്റെ ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് ഇങ്ങനെയാണ് വരിക, ടെൻഡ്രിൽസ് ട്വിൻ അറൗണ്ട് ഒബ്ജക്റ്റ് ദാറ്റ് സപ്പോർട്ട് ദ പ്ലാന്റ്. അതിപ്പോൾ പയർ ചെടി ആയാലും നിങ്ങൾ കണ്ടിട്ടുണ്ട്, അതിന് താങ്ങിൽ പിടിച്ച് കയറിയാണ് അത് വളരുന്നത്. സോ ടെൻഡ്രിൽസ് ട്വിൻ അറൗണ്ട് ഒബ്ജക്റ്റ് ദാറ്റ് സപ്പോർട്ട് ദ പ്ലാന്റ്. എക്സാമ്പിൾ എന്താണ്, ക്ലൈംബേഴ്സ് ദാറ്റ് ട്വിൻ അറൗണ്ട് സപ്പോർട്ട്, പീ പ്ലാന്റ്, പിന്നെ നമ്മുടെ കയ്പ, അങ്ങനെയുള്ള നോർമലി വള്ളിച്ചെടികളൊക്കെ അതിൽ വിടും. പിന്നെ കീമോട്രോപ്പിസത്തിലാകുമ്പോൾ കെമിക്കലാണ് സ്റ്റിമുലസ്, ഡയറക്ഷൻ ഓഫ് മൂവ്മെൻറ്റ് സ്റ്റിമുലസിനനുസരിച്ചിട്ട് തന്നെ, കാരണം കെമിക്കൽസ് ആണല്ലോ അവിടെ ഉണ്ടാകുന്നത്. സോ അതിനനുസരിച്ചിട്ട് തന്നെ മൂവ് ചെയ്യും. ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് പൊള്ളൻ ട്യൂബ് മൂവിങ് ടുവേർഡ്സ് ഓവ്യൂൾ. ഓക്കെ, എല്ലാ പൊള്ളൻ ഗ്രെയിനൊന്നും പൊള്ളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യില്ല. അത് കറക്റ്റാണോ, ആ ഒരു മാച്ച് ആവണം. പൊള്ളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യണമെങ്കിൽ പൊള്ളൻ ഗ്രെയിൻ ആ കറക്റ്റ് സ്പീഷീസിൽ അല്ലെങ്കിൽ ആ കറക്റ്റ് ചെടിയിലാണ് വന്ന് ചെടിയുടെ പൂവിലാണെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം പൊള്ളൻ ട്യൂബ് ജെർമിനേറ്റ് ചെയ്യുള്ളൂ. ആ ട്യൂബ് മെയിൽ ഗാമീറ്റ്സുമായിട്ട് ഇങ്ങനെ വന്നിട്ട് ഒവ്യൂളിലെത്തിയിട്ട് ഫെർട്ടിലൈസേഷൻ നടക്കുക ചെയ്യുക. സോ അവിടെ ആ കെമിക്കൽസ് ഉണ്ടായാൽ മാത്രമേ അത് മൂവ് ചെയ്യുള്ളൂ, പൊള്ളൻ ട്യൂബ് ഡയറക്റ്റായിട്ട് ഓവ്യൂളിലോട്ട് മൂവ് ചെയ്യുള്ളൂ. സോ ഇറ്റ്സ് കീമോട്രോപ്പിസം. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ചാപ്റ്ററിലെ മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത്. ഇനി ഇതൊരു എക്സ്പെരിമെൻ്റ് ആണ്. അറേഞ്ച് സോ ഡസ്റ്റ് ആൻഡ് ആൻ എർത്തൻ പോട്ട് ഫിൽഡ് വിത്ത് വാട്ടർ ഇൻ എ ബോക്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. Place some gram seeds at different parts of the box. Take the pot out carefully after a few days. Observe the direction of growth of the root. അപ്പോൾ നമുക്ക് എന്ത് ഒബ്സർവ് ചെയ്യാൻ പറ്റി? അതായത് ഒരു മൺപാത്രത്തിൽ വെള്ളം എടുത്തു, ആ വെള്ളം ഒരു ഈർച്ചപ്പൊടി അങ്ങനെ മരപ്പൊടിയുള്ള ഒരു ബാസ്ക്കറ്റിൽ വെച്ചു, എന്നിട്ട് അവിടെ കുറച്ച് സീഡ്സ് ഇട്ട് കൊടുത്തു. എന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ നോക്കി, അപ്പോൾ ആ സീഡ്സ് ജെർമിനേറ്റ് ചെയ്തു. അതിൽ റൂട്ട്സ് ഗ്രോ ടുവേർഡ്സ് ദ എർത്തൻ പോട്ട് ഫിൽഡ് വിത്ത് വാട്ടർ. ആ വെള്ളം നിറച്ച് വെച്ച മൺപാത്രത്തിൻ്റെ അടുത്തോട്ടാണ് റൂട്ട് ഗ്രോ ചെയ്തിട്ടുള്ളത്. എന്ത് മനസ്സിലാക്കി? പ്ലാന്റ് എക്സിബിറ്റ് ഹൈഡ്രോട്രോപിക് മൂവ്മെൻറ്റ്സ്. വെള്ളത്തിനനുസരിച്ചിട്ട് റൂട്ട് വെള്ളത്തിൻ്റെ അടുത്തോട്ട് ടുവേർഡ്സ് വാട്ടർ മൂവ് ചെയ്യുമല്ലോ. സോ ആ ഒരു ഹൈഡ്രോട്രോപിക് മൂവ്മെൻറ്റിനെ നമുക്കിവിടെ കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. ഓക്കെ, ഇനി തൊട്ടാവാടി ചെടി, ടച്ച് മീ നോട്ട് പ്ലാന്റ്. നിങ്ങൾ എപ്പോഴേലും ടച്ച് ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ വളരെ കുറവാണ്, എന്നാലും നിങ്ങൾ കണ്ടിട്ടില്ലേ തൊട്ടാവാടിനെ? തൊട്ടാവാടും, അതിനെ കണ്ടാൽ തന്നെ നമുക്കൊന്ന് തൊടാൻ തോന്നും അല്ലേ? നോർമലി അങ്ങനെയാണല്ലോ, തൊട്ടാവാടും നമുക്കറിയാം, അതുകൊണ്ട് നമ്മളൊന്ന് തൊട്ട് നോക്കും. ഓക്കെ, സോ എങ്ങനെയായിട്ട് തൊട്ടാവാടി മൂവ് ചെയ്യുന്നത്? അതിൻ്റെ നാസ്റ്റിക് മൂവ്മെൻ്റ് അല്ലേ? ആണോ? ഓക്കെ, അതിനൊരു പ്രത്യേക ഡയറക്ഷനിലാണോ തൊട്ടാവാടി മൂവ് ചെയ്യുന്നത്? അല്ല. വിച്ച് ടൈപ്പ് ഓഫ് മൂവ്മെൻറ്റ് ഈസ് ദിസ്? നാസ്റ്റിക് മൂവ്മെൻ്റ് ആണ്. അതിന് ഡയറക്ഷനുമായിട്ട് ബന്ധമില്ല. നോട്ട് ഇൻ ദ ഡയറക്ഷൻ ഓഫ് സ്റ്റിമുലസ്. വേറെയുള്ള നാസ്റ്റിക് മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്? എക്സാമ്പിൾ നോട്ട് ഡൗൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പെറ്റൽ ക്ലോസിങ് ഇൻ റെസ്പോൺസ് ടു ടച്ച് ഓർ വൈബ്രേഷൻസ്, അതേപോലെ ബ്ലൂമിങ് ഓഫ് ഫ്ലവർ, ഇതൊക്കെ നാസ്റ്റിക് മൂവ്മെൻറ്റ്സിന് എക്സാമ്പിളാണ്. Then adaptation of organism for their existence ranges from the movement of molecule in the cell to various movement of organism. Knowledge about these not only reveals the wonder in the diversity of movements of the living world, but also give insight into the evolution of life. Evolution helps organisms to adapt themselves to the changing environment. Society also should undergo transformative moments in order to face problems which keeps arising continuously. These moments help us to survive, progress and follow a more just world. Okay, അപ്പോൾ നമ്മൾ ഈ ചാപ്റ്ററിൽ എന്തൊക്കെ പഠിച്ചു? കുറേ കാര്യങ്ങൾ പഠിച്ചു അല്ലേ? നമ്മളുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും ബാക്കിയുള്ള നമ്മളുടെ ഭൂമിയിൽ ഉള്ള ജീവികളുടെ മൂവ്മെൻറ്റ്സിനെ കുറിച്ചിട്ടും അതിൽ വന്ന മാറ്റങ്ങളെ കുറിച്ചിട്ടും ഒക്കെ നമ്മൾ നോക്കി. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിലെ കണ്ടൻറ്റ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇഫ് യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക് ഇൻ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് താങ്ക് യു.